Welcoming all of you to the world of True Real Estate Advisory. Do give your valuable comments on the comment box. Cochin City Central തന്നെ പാലാരിവട്ടം വെണ്ണല ഏരിയയിൽ one of the prominent builders in Cochin City അല്ലെങ്കിൽ കേരള with around 20 years plus of experience is providing you luxurious facilities ഓട് കൂടിയിട്ടുള്ള 4 BHK 3 BHK and 2 BHK on a very budget friendly ആയിട്ടുള്ള റേറ്റിൽ and that too at Cochin City Center itself. It's an unbelievable offer and the project gets completed by 2026 December. NH ബൈപ്പാസിൽ നിന്ന് വളരെ അടുത്തായും കാക്കനാട് ഇൻഫോ പാർക്ക് ഏരിയകളിലേക്ക് വളരെ എളുപ്പത്തിലുള്ള ആക്സസിബിലിറ്റിയോട് കൂടിയും and the main benefit at the heart of Cochin City, just starting from 98 lakhs. It's unbelievable deal. Check out the entire video. Do subscribe, like and share. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും അഭ്യർത്ഥിക്കുന്നു. വെൽക്കം ഓൾ ഓഫ് യു ടു ട്രൂ റിയൽ എസ്റ്റേറ്റ് അഡ്വൈസറി. നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റ് കാലിയാകാതെ കൊച്ചിൻ സിറ്റി സെൻട്രൽ വെണ്ണല ഏരിയയിൽ നല്ല സ്പേഷ്യസ്ലി പ്രോപ്പർലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു വെൽ നോൺ ബിൽഡറിന്റെ ഒരു പ്രോപ്പർട്ടി ഈസ് ഫോർ സെയിൽ ആൻഡ് ദാറ്റ് ടു യു ഹാവ് അവൈലബിലിറ്റീസ് ഓഫ് 2 BHK 3 BHK ആൻഡ് 4 BHK ലെസ് ദാൻ. സോ അപ്പം മിസ്റ്റർ ജോസ് ഈസ് ഗോണോ ടേക്ക് us ഫോർ എ കൈൻഡ് ഓഫ് എന്താ പറയുക, നമ്മളെ ഒരു പ്രോപ്പർട്ടിയുടെ ആയിട്ടുള്ള ഒരു ടൂറിംഗ് ആണ്. And is also from one of the best builders in Cochin City. Almost 21 years in experience, good trust ഉള്ള ഒരു വെരി വെൽ നോൺ ആയിട്ടുള്ള ബിൽഡറിനാണ്. അപ്പം ദിസ് പെർട്ടിക്കുലർ പ്രോപ്പർട്ടി നമ്മൾക്ക് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്? ഇത് 3 BHK ആണ്, 1655 സ്ക്വയർ ഫീറ്റ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഫ്രം ദ എൻട്രൻസ് യു ഹാവ് എ ഫോയർ ഓവർ ഹിയർ അല്ലേ? ആൻഡ് ഫോയറിൽ എനിക്ക് പ്രത്യേകം എടുത്തു തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ യു ഹാവ് ഒരു ആംപിൾ സ്പേസ് ഓവർ ഹിയർ. അപ്പം ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആംപിൾ സ്പേസിൽ ഇഫ് യു വോണ്ട് യു ക്യാൻ പുട്ട് ഇൻ എ ഷൂ റാക്സ് ചെയ്യാം, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എന്താ പറയണേ what to say, small cute items or some whatever. അപ്പം ചിലർ കൂടെ തൂക്കുന്ന സ്റ്റാൻഡ് ആകാം, അങ്ങനെയുള്ള ഏരിയകളുണ്ട്. ആൻഡ് ദിസ് ഈസ് എ പ്രോപ്പർലി ഡിസൈൻഡ് മോക്ക് അപ്പാർട്ട്മെന്റ് റൈറ്റ്. അപ്പം ഇതിൽ അത്യാവശ്യം നല്ല വെരി വെൽ ഡൺ ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക്സ് ഉണ്ട്. ദിസ് കുഡ് ബി ഓൾസോ ഫോർ സെയിൽ. സോൾഡ് ഔട്ട് അല്ലല്ലോ? ഇല്ല. ഓക്കെ, ദിസ് ഇസ് അപ്പം 1655 സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസ്. സി മോസ്റ്റ് ഓഫ് ദ അപ്പാർട്ട്മെന്റ്സ് വെൻ ഐ ഗോ ടു ടേക്ക് സം വീഡിയോസ് ആൻഡ് ഓൾ ദാറ്റ് ദർ വുഡ് ബി ഒരു സ്പേസ് ക്രഞ്ച് അല്ലേ? മിക്കയിടത്തും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരു സ്പേസ് ക്രഞ്ച് കാണാറുണ്ട്. പക്ഷേ ദിസ് ഇസ് പെർഫെക്റ്റ്, നല്ലൊരു ലേ ഔട്ടാണ്. ആൻഡ് യു ഹാവ് 2 beds and 3 BHK plus 4 BHKs are also available at heart of Cochin City അല്ലേ? അപ്പം ഏരിയ വരുന്നത് നമ്മുടെ വെണ്ണല ഏരിയയിൽ ബൈപ്പാസിൽ നിന്ന് വളരെ അടുത്തായിട്ട്, ബസ് റൂട്ടിൽ നിന്ന് ഹാർഡ്ലി 200 മീറ്റേഴ്സ്. ദാറ്റ്സ് ഇറ്റ്. നല്ല വീതിയുള്ള റോഡ് ആക്സസ് ആണ്, വെരി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൽ ഷേപ്പിലാണ് ഏകദേശം നമ്മളുടെ ഡ്രോയിങ് ആൻഡ് ഡൈനിങ് സ്പേസ് നൽകിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം ആ ഒരു TV യൂണിറ്റ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ യു ഹാവ് ആംപിൾ സ്പേസ് ഇൻ ബിറ്റ്വീൻ, കുറേ ഗ്രീനറീസ് നൽകിയിട്ടുണ്ട്. ആൻഡ് സോഫ സെറ്റ് എല്ലാം നൽകിയിട്ട് പോലും യു ഹാവ് ആംപിൾ സ്പേസ്. പ്രോപ്പർലി ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ രീതിയിൽ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ സർട്ടൻ കേസസ് ബിൽഡർ ഹെൽപ്പ് യു. നിങ്ങൾ ഇതുപോലെ തന്നെ ഫർണിഷിങ്സ് ഒക്കെ ചെയ്യിച്ച് കൊടുക്കാറുണ്ട് അല്ലേ? അപ്പം ഇൻ ദാറ്റ് കേസസ് യു ക്യാൻ അപ്രോച്ച് ദ ബിൽഡർ ഓൾസോ. പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ ബാൽക്കണി സ്പേസ് നോക്കാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണീസാണ് നമുക്ക് ലഭ്യമാകുന്നത്. സ്ലൈഡിംഗ് ഡോർസ് നൽകിയിട്ടുണ്ട്. ആൻഡ് ദ വ്യൂ, സി ഇപ്പോൾ കൊച്ചിൻ സിറ്റിയിൽ നമുക്ക് ഇതുപോലത്തെ ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ഓക്സിജൻ ഈസ് റിക്വയർഡ് ഫോർ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഐ സപ്പോസ് അല്ലേ ജോസ്? അപ്പം ഇതുപോലെ തന്നെ നല്ല ഗ്രീനറി ഉള്ള ഒരു സ്പേസ് വെറിൻ ദ ഓക്സിജൻ അവൈലബിലിറ്റി ഈസ് വെരി ഗുഡ് ആൻഡ് ദാറ്റ് ടു അറ്റ് ഹാർട്ട് ഓഫ് കൊച്ചിൻ സിറ്റി അല്ലേ? ആൻഡ് ദാറ്റ് ടു വെരി 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 നോമിനൽ റേഞ്ച്. നമുക്ക് എത്ര റേറ്റ് വരുന്നത്?
ടു ബി എച്ച് കെ ആണെങ്കിൽ 2 BHK ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് വരുന്നത് 93 lakhs ആണ്. എത്ര സ്ക്വയർ ഫീറ്റ്? 1207 square feet. ഇറ്റ്സ് സ്പേഷ്യസ്. അറിയാമല്ലോ ഇപ്പം പല ബിൽഡേഴ്സും നമുക്ക് ചെയ്യാൻ നേരത്തെ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 800 സ്ക്വയർ ഫീറ്റ് 2 BHK ദേ വുഡ് ബി ചാർജിങ് യു സംവെയർ അറൗണ്ട് 1 crore അല്ലേ? അതെ, ഇത് നമുക്ക് ഏകദേശം 1250 സ്ക്വയർ ഫീറ്റ്, വെരി 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 സ്പേഷ്യസ്. അപ്പം വെരി ലിമിറ്റഡ് അവൈലബിലിറ്റീസ് ആർ ദർ. ഇനി നമ്മൾ ഫർദർ ഡൗൺ വെൻ വി ഗോ, ദാറ്റ് ഈസ് ദ ഡൈനിങ് സ്പേസ്. നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ലഭ്യമാകുന്നുണ്ട് ആൻഡ് പ്രോപ്പർലി ഡിസൈൻസ്. ഇപ്പം ഏതൊരു ബിൽഡറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും എപ്പോഴും ഒരു ഡിസൈനിങ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ലേഔട്ട് പ്ലാനിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റഫ് ഇൻ എനി കൈൻഡ് ഓഫ് ഡിസൈനിങ് ആസ്പെക്ട്സ്. അപ്പം നമുക്കിതിലിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6 seater ഡൈനിങ് ടേബിളാണ് ചെയ്തിരിക്കുന്നത് വിത്ത് വെരി 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 വൈഡഡ് ആയിട്ടുള്ള ചെയർസോടുകൂടി. ആൻഡ് ഇറ്റ്സ് എലഗൻറ്റ് മാൻ. ആൻഡ് ആസ് ഐ ടോൾഡ്, നമുക്ക് എപ്പോഴും നല്ല ഒരു സ്പേസ് യൂട്ടിലൈസേഷൻ ഈ പ്രോപ്പർട്ടിയിൽ ലഭ്യമാകുന്നുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഐ എം ഓൾസോ ഹാവിങ് എ ബിൽഡർ ബാക്ക്ഗ്രൗണ്ട്. ദാറ്റ്സ് വാട്ട് ഐ എം ഗിവിങ് യു ആൻ ഐഡിയ. പിന്നെ ഇവിടെ ഒരു കോമൺ വാഷ് സ്പേസ് നൽകിയിട്ടുണ്ട്. അപ്പം ഈ പ്രോപ്പർട്ടിയുടെ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ എന്താണ്? ഇതിപ്പോൾ നിയറിംഗ് കംപ്ലീഷൻ പ്രൊജക്റ്റ് ആണ്. ഈ വരുന്ന ഡിസംബറിലാണ് ഇതിന്റെ ഹാൻഡിങ് ഓവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അപ്പം നമുക്കിതിൽ 4 BHKs ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പം ഇസ് ദർ എനി ചാൻസ് വെറിൻ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വരികയാണ്, അവർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഡിസൈൻസിൽ പറ്റുമോ? ഷുവർ. നമുക്ക് കസ്റ്റമൈസേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പോസിബിൾ ആണ് ടു ആൻ എക്സ്റ്റെൻറ്റ്. അല്ലേ? ഇനി വിൽ ജസ്റ്റ് മൂവ് ഓൺ ടു ദ കിച്ചൺ പോർഷൻ. എവിടെയാണ് കിച്ചൺ വരിക? കിച്ചൺ വരുന്നത് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് കിച്ചൺ സ്പേസ് വരുന്നത്. ആൻഡ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ ലഭ്യമാകുന്നത്. ആൻഡ് ദാറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഏകദേശം 4 സൈഡിലല്ല 3 സൈഡിൽ ഓളം നമുക്ക് അത്യാവശ്യം കബോർഡ്സും അങ്ങനെയുള്ള വർക്ക്സും എല്ലാം ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് കിച്ചൺ ലഭ്യമാകുന്നത്. ആൻഡ് ദാറ്റ് ടു എസ്പെഷ്യലി ഹൗ യു ആർ ഗോണ ഡിസൈൻ ഇറ്റ്. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. മാസ്റ്റർ ബെഡ്റൂംസ് ബെഡ്റൂംസിൽ ഞാൻ ഈ ഒരു പ്രോപ്പർട്ടിയിൽ കണ്ടത് സ്പേസ് യൂട്ടിലൈസേഷൻ ഈസ് ടു ദ മാക്സ്. അപ്പം നമുക്ക് വേസ്റ്റേജ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ സ്പേസ് ഒന്നും തന്നെ പോകുന്നില്ല. അപ്പം ദിസ് ഈസ് എ മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇറ്റ്സ് എ കിങ് സൈസ് കോട്ട്, റൈറ്റ്? കിങ് സൈസ് കോട്ടാണ് ഇട്ടിട്ട് ആംപിൾ സ്പേസ് യു ഹാവ് ഫോർ മേ ബി ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കബേർഡ്സ് ചെയ്യാനുള്ള സ്പേസ് നിങ്ങൾക്കുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ടുവേർഡ്സ് ദിസ് എൻഡ് ഇവിടെ ഓൾറെഡി കബേർഡ്സ് ചെയ്തിട്ടുമുണ്ട്. മനസ്സിലാണല്ലോ? അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടും ഒരു രീതിയിലും കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിലുള്ള ബെഡ്റൂംസും അല്ലെങ്കിൽ സ്പേസ് യൂട്ടിലൈസേഷനാണ് വാട്ട് യു ഗെറ്റ് ഓവർ ഹിയർ. ആൻഡ് വെരി ഗുഡ് ലുക്കിംഗ്, നല്ലൊരു ഫ്രഷ് എയർ ലഭ്യമാകുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാൽക്കണി സ്പേസ്. കളരി പഠിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ എളുപ്പമായി. സോ അപ്പം ദിസ് ഈസ് ദ മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് വിത്ത് എ ബാൽക്കണി ആൻഡ് എ ടോയ്ലറ്റ്. ഇതിൽ എടുത്തു പറയാനുള്ള ഒരേ ഒരു കാര്യം, ജോസ്, ദ ടോയ്ലറ്റ്സ് ഹാവ് ടു അപ്രീഷിയേറ്റ് ദാറ്റ് ഇറ്റ്സ് വെരി സ്പേഷ്യസ് ആൻഡ് പ്രോപ്പർലി ഡിസൈൻഡ്. ലൈറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഇടൽച്ച ഫീൽ ചെയ്യുന്നതേ ഉള്ളൂ. യു ഹാവ് വാഷ് സ്പേസ് ഓവർ ഹിയർ. അത് കഴിഞ്ഞ് ക്ലോസറ്റ്സും പിന്നെ വരുന്നത് യുവർ റെയിൻ ഷവർ, റൈറ്റ്? അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പ്രോപ്പർലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ്സ് ആണ് നമുക്ക് ലഭ്യമാകുന്നത്. ആൻഡ് ഫർദർ ഡൗൺ വിൽ ഗോ ടു ദ സെക്കൻഡ് ബെഡ്റൂം. ഇതിന് ഈ പ്രോപ്പർട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ്. ദിസ് ഈസ് ദ സെക്കൻഡ് ബെഡ്റൂം. ആൻഡ് ദാറ്റ് ടു ഞാൻ പറഞ്ഞില്ലേ, സ്പേസിൽ ഒരു രീതിയിലുള്ള കൺസ്ട്രെയിനും ഇല്ല. യു ഹാവ് ആംപിൾ സ്പേസ് on each and every bedroom. ഈ പറഞ്ഞിരിക്കുന്ന 1655 സ്ക്വയർ ഫീറ്റും ദേ ഹാവ് യൂട്ടിലൈസ്ഡ്
ഇൻ എ പ്രോപ്പർ വേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഒരു കൺജഷനും ഇപ്പം ചില ബിൽഡേഴ്സിലേക്ക് ചെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേക്ക് കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ നീങ്ങാനോ ഉള്ള സ്പേസ് ഇല്ല. പക്ഷേ ഐ തിങ്ക് ഒരു കിഡ്സ് ബെഡ്റൂം എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നതാണല്ലേ. കാരണം ആ ഒരു സ്ട്രക്ചറൽ ഡിസൈനാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇറ്റ്സ് മോർ ദാൻ എനഫ് സ്പേഷ്യസ് ആൻഡ് ദാറ്റ് ടു ഈസ് അറ്റാച്ച്ഡ് അല്ലേ. അപ്പം ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ആണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിന്റെ ഫിക്ചേഴ്സ് ജാഗ്വാർ. അപ്പം ഒരു രീതിയിൽ ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ജസ്റ്റ് ടു ഗിവ് റിമൈൻഡർ ഐഡിയ, നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ആസ്കിംഗ് റേറ്റ് ഈസ് 3 BHK 1.24 CR ആണ്. വെരി 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 റീസണബിൾ റേഞ്ച്. നമുക്ക് അതിൽ കൂടെ ഒരു പാർക്കിംഗ് ആൻഡ് ദാറ്റ് ടു കൊച്ചിൻ 1.24 എന്നുള്ളത് അഡീഷണൽ കോസ്റ്റ് വരുന്നത് രജിസ്ട്രേഷൻ മാത്രമേ എക്സസ് വരുന്നുള്ളൂ. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം വെൻ യു കം ഇൻ, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഓൺ യുവർ റിക്വയർമെന്റ് കസ്റ്റമൈസേഷൻ ഈസ് ഓൾസോ പോസിബിൾ. ഇനി തേർഡ് ബെഡ്റൂം അല്ലേ. തേർഡ് ബെഡ്റൂം ഈ വാഴ കുറയ്ക്കുമോ? തേർഡ് ബെഡ്റൂം ഈസ് ഓൾസോ കമ്പാരിറ്റീവ്ലി വെരി സ്പേഷ്യസ്. നല്ല ഒരു എന്താ പറയുക ഡിസൈൻ ചെയ്ത്, നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ യു ഹാവ് ആംപിൾ സ്പേസ്. ഇപ്പം റൈറ്റ് സൈഡിൽ കബോർഡ്സ് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ വലിയ കോട്ട്സ് നൽകിയിരിക്കുന്നു. പ്ലസ് യു ഹാവ് ആംപിൾ സൺലൈറ്റ് കമ്മിങ് ഇൻ. പ്ലസ് ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റും ലഭ്യമാകുന്നുണ്ട്. ടോയ്ലറ്റ്സ് ആർ കൈൻഡ് ഓഫ് വെരി 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 സ്പേഷ്യസ് കമ്പയർ ടു ഈ ഒരു റേഞ്ചിൽ വരുന്ന പ്രൊജക്ട്സിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് യൂട്ടിലൈസേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലും എന്താ പറയുക ഒരു കൺജഷൻ ഫീൽ ചെയ്യും. ആ ഒരു രീതിയിലാണ് ചെയ്തു പോകുന്നത്. ബെഡ്റൂംസിനാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ സ്പേസ് യൂട്ടിലൈസേഷൻ ഇൻ ദിസ് പ്രോപ്പർട്ടി ഈസ് എക്സലന്റ്. അതും അത്യാവശ്യം നല്ലൊരു പ്രൈവസി നൽകിയിട്ടാണ് കിച്ചണും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇൻ സർട്ടൻ കേസസ് ചില പ്രോജക്ട്സിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ് എൻട്രിയിൽ തന്നെ കിച്ചണാണ്. ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ പണിയെടുക്കുന്നതും ഗുസ്തി പിടിക്കുന്നതും മുഴുവൻ നാട്ടുകാരെ കണ്ടത്. അപ്പം ഇൻ ദാറ്റ് റെസ്പെക്ട് ആൻഡ് ഓൾ ദാറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പ്രോപ്പർട്ടി ഈസ് എക്സലൻ്റ്ലി ഡിസൈൻഡ്. ആൻഡ് ദാറ്റ് ടു പറയുന്നത് പോലെ തന്നെ എന്താ പറയണേ, നമ്മുടെ 6 ലൈൻ അപ്കമിങ് റോഡിൽ നിന്ന് വളരെ അടുത്തായിട്ട് കൊച്ചിൻ സിറ്റി സെൻട്രൽ തന്നെ വെണ്ണല ഏരിയയിൽ ഇതുപോലെ ഒരു പ്രൊജക്ട് ആൻഡ് ദാറ്റ് ടു 2 BHK 3 BHK ആൻഡ് 4 BHK അത്യാവശ്യം നല്ല സ്പേഷ്യസ് രീതിയിൽ ഒരു രീതിയിലും നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാത്ത ഒരു ബിൽഡർ അല്ലേ. 2 BHK എന്താണ് റേറ്റ്? 93 lakhs. എത്ര സ്ക്വയർ ഫീറ്റ്? 1207 സ്ക്വയർ ഫീറ്റ് നമുക്ക് ലഭ്യമാകുന്നത് വെറും 93 lakhs. Is it believable in Cochin city and that to this kind of a center? ഇപ്പം ഈ ഒരു ഏരിയ വെച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ ഒരു 10-15 minutes യു ക്യാൻ റീച്ച് ഇൻഫോ പാർക്ക് ഏരിയ അല്ലേ. അതുപോലെ തന്നെ ബൈപ്പാസിലേക്കാണെന്നുണ്ടെങ്കിൽ ഹാർഡ്ലി 5 minutes. വൈറ്റിലേക്കോ എടപ്പള്ളിക്കോ ലുലുവിനോ എങ്ങോട്ട് വേണേലും പോകാനും നിങ്ങൾക്ക് വിത്തിൻ നോ ടൈം യു ക്യാൻ റീച്ച്. അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്ന് വെറും 200 meters. അപ്പം അതുപോലെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. 3 BHKയുടെ കോസ്റ്റ് 1.24 CR. ദാറ്റ് ടു ദിസ് സ്പേഷ്യസ്. ഇപ്പൊ ഈ കണ്ടിരിക്കുന്ന ഒരു 3 BHK ആണ്. ആൻഡ് ദാറ്റ് ടു ദിസ് സ്പേഷ്യസ് ആയിട്ടുള്ള 3 BHKക്ക് ചോദിക്കുന്നത് വെറും 1,24 ലക്ഷം രൂപ. പിന്നെ 4 ബെഡ് വരുമ്പോഴത്തേക്ക് 1,30 ലക്ഷം രൂപയ്ക്ക് 4 BHK സ്വന്തമാക്കാം. 1,30 ലക്ഷം രൂപയ്ക്ക് സ്വപ്നത്തിൽ മാത്രമേ ഇപ്പോൾ കൊച്ചിൻ സിറ്റി സെൻറ്ററിൽ നിങ്ങൾക്ക് 4 BHK കിട്ടുകയുള്ളൂ. നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കറിയാം 4 BHKയുടെ കോസ്റ്റുകൾ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ടു കൺക്ലൂഡ് ജോസ്, എത്രയും പെട്ടെന്ന് വരിക. വെരി വെരി ലിമിറ്റഡ് യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇനി ഞങ്ങൾ പറഞ്ഞില്ല എന്ന് വേണ്ട. സോ ഇമ്മീഡിയറ്റ്ലി ഗിവ് us a call and get your lot booked. അപ്പോൾ ഇതുപോലെയുള്ള നല്ല പ്രോപ്പർട്ടി ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്സും ആൻഡ് ഡെഫിനറ്റ്ലി യുവർ ഗുഡ് ആൻഡ് ഗ്രേറ്റ് കമൻറ്റ്സ് ആർ റിക്വയർഡ്. അപ്പം
അതിനനുസരിച്ച് എബിൻ ജോസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു. അല്ലേ ജോസ്? ലെറ്റ് us see again. Thank you. Bye.